ഈ സ്വർണ്ണവിലയിലെ മാറ്റത്തെക്കുറിച്ച് കോഴിക്കോട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണവില കുറയുമെന്ന പ്രതീക്ഷ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു പോലും. പഴയതുപോലെ ജ്വല്ലറികളിൽ വ്യാപാരം നടക്കുന്നില്ലെങ്കിലും ഇപ്പോഴും സ്വർണം വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട്. വാങ്ങുന്ന തൂക്കത്തിൽ കുറവുണ്ടെന്ന് മാത്രം. കോഴിക്കോട് മിഠായി തെരുവിനടുത്തെ കമ്മത്ത് ലൈനിൽ നിന്നും അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, ഈ തൂക്കം കുറച്ചാണ് ഇപ്പൊ വാങ്ങുന്നത് അല്ലേ? റോഷി, തീർച്ചയായിട്ടും ആളുകൾ വാങ്ങുന്നതിന്റെ അളവ് കാര്യമായ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ വ്യാപാരികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. മിഠായി തെരുവിന് തൊട്ടടുത്താണ്. ഇവിടെ തുടർച്ചയായി നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. തുടർച്ചയായി കുറേ ജ്വല്ലറികളുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ജ്വല്ലറികളിലെ ആളുകളോടൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരും താടിക്ക് കയ്യും കൊടുത്ത് കുത്തിരിക്കുകയാണ്. താടിക്ക് കയ്യും കൊടുത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ കുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, ആളുകളൊക്കെ എത്തുന്നുണ്ടോ? ബിസിനസ് വളരെ മോശമാണ്. ഇപ്പോൾ കച്ചവടം വളരെ മോശമാണ്. ഒന്നാമത് റേറ്റ് ഇങ്ങനെ അനിശ്ചിതത്വത്തിലാണല്ലോ. ഒരു ദിവസം കൂടുതൽ കയറുക, പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് ഇടിയ, അങ്ങനെയൊക്കെ വരുമ്പോൾ ബിസിനസ് വളരെ മോശമാണ്. ശരിക്കും പറഞ്ഞാൽ താടിക്ക് കയ്യും കൊടുത്ത് കുത്തിരിക്കാന്ന് അർത്ഥം. ആ ഒരു രീതിയാണ് ഇപ്പോൾ. അതാണുള്ളത്. ഇത് ഒരിടത്തെ മാത്രം അവസ്ഥയല്ല. പിന്നെ റോഷ്നി, നമുക്ക് തൊട്ടടുത്ത ജ്വല്ലറികളിലൊക്കെ പോയി അന്വേഷിച്ചാലും ഇതേ രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ സൗഭാഗ്യ ജ്വല്ലറിയിലെ ഏട്ടനാണ്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം 1,60,000 അല്ലേ? 1,31 1,16,000. അതായത് ഇപ്പൊ നിലവിൽ ആളുകൾ വരുന്നുണ്ടോ? ആളുകൾ കുറവാണ്, വളരെ കുറവാണ്, വളരെ മോശം. വരുന്ന ആളെ തന്നെ തൂക്കം കുറച്ചാണ്. വളരെ ലേറ്റ് വെയിറ്റ് എടുക്കുന്നത്. അത് എടുക്കുന്നതിന് വളരെ കുറവാണ്. കച്ചവടമില്ല തന്നെ പറയാം. അങ്ങനത്തെ സ്ഥിതി ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ ഇരിക്കേണ്ടി വരും. ആ സ്ഥിതി ഇപ്പൊ നിലവിൽ മൊബൈലിൽ റീൽസ് നോക്കിയിരിക്കുന്ന അത്ര അവസ്ഥയാണ്. മൊബൈൽ കൊണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും. ആ സ്ഥിതി പോകും. റോഷ്നി, ഈ ഭാഗത്തുള്ള ജ്വല്ലറികളിലെ ചേട്ടന്മാരോടൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്ററുമായി നിന്ന് കണക്ക് കൂട്ടി ഇങ്ങനെ പറയുന്ന ആ ചേട്ടൻ അത് പറയുമ്പോൾ ഞാൻ ആലോചിച്ചതേ, ഇവരിങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകുമല്ലോ. ഇപ്പൊ ലാഭം, നഷ്ടം ഇതൊക്കെ ഒന്ന് കൂട്ടി വരുമ്പോഴേക്ക് ദേ കൂടി ദേ കുറഞ്ഞു, ഇതാണ് അവസ്ഥ അല്ലേ? അപ്പൊ കാൽക്കുലേറ്ററൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ വാർത്തയും നോക്കിയിരിക്കണം. തീർച്ചയായിട്ടും അനുദിനം കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണ് ജ്വല്ലറി. ഇപ്പോ ജ്വല്ലറിയിൽ സാധനം വാങ്ങാൻ വന്ന 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട്. എങ്ങനെ, വാങ്ങിയോ? വാങ്ങി. ഓ, വാങ്ങി. കുറഞ്ഞ തൂക്കത്തിന് വേണ്ടി കുറഞ്ഞ തൂക്കാ വാങ്ങിയത്. വലിയ തൂക്കം വാങ്ങാൻ നേരത്തെ ആലോചിച്ചാണ്. ഇത് കൂടുന്ന കണ്ടിട്ട് പെട്ടെന്ന് വന്ന് വാങ്ങുന്നതാണോ? അതെ. ഇപ്പൊ എന്താ, കമ്മലാണോ നോക്കുന്നത്? അല്ല, ചെറിയ ചെയിൻ എടുത്തതാ. അതെല്ലേ. എങ്ങനെയുണ്ട് ഈ കണക്ക് ഓരോ ദിവസം കൂട്ടുന്ന അവസ്ഥയിലാണല്ലേ കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല. ആളുകൾ വരുന്നുണ്ട്, പക്ഷെ പഴയതുപോലെ തൂക്കം കുറച്ചാണ് വാങ്ങുന്നത്. അതെ. ലൈറ്റ് വെയിറ്റിൽ ആഭരണങ്ങളിലേക്ക് മാറി. അതെ. എങ്ങനെ ചേച്ചി, വനിതകൾക്കാണ് ഇത് കൂടുതൽ അറിയാം. ഈ സ്വർണത്തോടുള്ള പൊതുവെ ആളുകളുടെ അഭിപ്രായം എങ്ങനെയാ? ചേച്ചിക്ക് ക്യാമറ കാണുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ആയല്ലേ? ഒന്നുമില്ല. എങ്ങനെയാ പൊതുവെയുള്ള അഭിപ്രായം എങ്ങനെയാ? സ്വർണത്തെ വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് സ്വർണ്ണം ഇപ്പൊ വേണ്ടാന്നുള്ള അഭിപ്രായത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അല്ല, ഇപ്പൊ എടുക്കുന്ന കുറയും. കല്യാണത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ 20 പവൻ എടുക്കുന്നിടത്തിൽ 10 പവൻ അങ്ങനെ കുറഞ്ഞു വരാം. അതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. എന്തായാലും ആളുകൾ വരുന്നുണ്ട്. സ്വർണ്ണമില്ലാതെ പറ്റില്ല. കുഴപ്പമില്ല, അങ്ങനെ പറയാം. അതാണ്. ചേച്ചിക്ക് എന്തോ പറയാണ്ട്, ചേച്ചി പറയാം. അല്ല, 1 പവൻ വാങ്ങണതിന് 1/2 പവൻ വാങ്ങി പോവും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ സ്വർണത്തിനുള്ള പൊതു അഭിപ്രായം ഇപ്പൊ എങ്ങനെയാ ആളുകളുടെ? എന്താ പറയണ്ടേ, എന്തായാലും കുറച്ച് കഷ്ടമാണ് ഇങ്ങനെ വില കൂടുന്നത്. അതെ. പാവപ്പെട്ടവര് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് റോഷ്നി പൊതുവെയുള്ള ആളുകളുടെ ഒക്കെ അഭിപ്രായം. എന്തായാലും കോഴിക്കോട്ടുകാരും സ്വർണം വാങ്ങുന്നുണ്ട്, പക്ഷേ തൂക്കത്തിലും അളവിലൊക്കെ ഇച്ചിരി കുറച്ചാണ് വാങ്ങുന്നതെന്ന് മാത്രം. പിന്നെ കടകളിലെ ചേട്ടന്മാരൊക്കെ പറയുന്നത് ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ താടിക്ക് കൈ കൊടുക്കുക, കുത്തിരിക്കുക. വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ 2-3 കസ്റ്റമേഴ്സ് വരും, കച്ചവടം നടത്തുക, വീട്ടിൽ പോവുക. പക്ഷെ തൽക്കാലം ഈ വിലയിലെ ഉയർച്ച അവർക്കൊക്കെ ചെറിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ശരി അർജുൻ, ഒരുപാട് പേരിങ്ങനെ പ്രതികരിക്കുകയായിരുന്നു. അർജുൻ കാണിച്ചു തന്ന 2 ജ്വല്ലറികളാണെങ്കിലും ആളുണ്ട് അവിടെ.